കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും നീക്കം ചെയ്ത ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെയാണ് പ്രഖ്യാപിച്ചത്. പക്ഷെ ഇന്ന് രാഹുലിന്റെ പൊതുപരിപാടിയിൽ പാലക്കാട് MLA തോളിലേറ്റി ആഹ്ലാദ നൃത്തം ചവിട്ടുന്നതും കോൺഗ്രസുകാരും UDF പ്രവർത്തകരുമാണ്. ഈ നടപടി എന്നുള്ളത് സാങ്കേതികമായ കടലാസിലുള്ള കാര്യം മാത്രമാണോ? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടുത്തെ MLA ആണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ തർക്കമില്ല. പാർട്ടിയിൽ സസ്പെൻഡ് അദ്ദേഹം അവിടുത്തെ MLA ആണ്. അദ്ദേഹത്തിന് അവിടുത്തെ MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് അവസരമുണ്ടല്ലോ. അത് ഉണ്ടാക്കുക എന്നുള്ളത് പോലീസിൻ്റെയാണ്. ഇത് നമ്മൾ വെറുതെ ഈ പൊറാട്ട് നാടകം കണ്ടതും നമ്മൾ നമ്മുടെ കൃത്യമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് മാറരുത്. ഇവിടെ എന്താ വിഷയം? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ജനങ്ങൾ മുഴുവൻ വളരെ കൃത്യമായിട്ട് ഈ CPM-ന്റെ ഏറ്റവും ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ട് ശബരിമലയിൽ അയ്യപ്പൻ്റെ മുതൽ കട്ടെടുത്ത് ഇവിടെ അമ്പലം വിഴുങ്ങികളായിട്ടുള്ള CPM ആണ് ഭരിക്കുന്നതും അമ്പലക്കൊള്ള നടത്തിയിരിക്കുന്നതും കൃത്യമായ ബോധ്യത്തിൽ നിൽക്കുകയാണ്. രണ്ട്, മുഖ്യമന്ത്രിയുടെ മകന് ഒരു ED നോട്ടീസ് കൊടുത്തിട്ട് 2 വർഷമായിട്ട് BJP മിണ്ടിയിട്ടില്ല ഒരു അക്ഷരം. CPM കള്ളന്മാർ മിണ്ടില്ലല്ലോ, കള്ളന്മാർ പറയില്ല ഞാൻ കള്ളനാണ് അതുകൊണ്ട് എന്നെ പോലീസ് വിളിപ്പിച്ചിട്ട് പറയില്ല. പക്ഷെ BJP മിണ്ടിയിട്ടില്ല. 2 വർഷമായിട്ട് BJP മിണ്ടിയിട്ടില്ല. ഈ രാജ്യത്തെ BJP-യുടെ മുഖ്യമന്ത്രിമാർക്ക് കിട്ടാത്ത പരിരക്ഷ പിണറായി വിജയൻ എങ്ങനെ കിട്ടുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്ന് അഭിലാഷം എന്ന് ആലോചിച്ചേക്കാം ഈ വിഷയങ്ങളൊക്കെ. അതുപോലെ തന്നെ ഷാഫി പറമ്പിലിനെ തടഞ്ഞതിന് ശേഷം അന്ന് അത് പോലീസിന്റെ നേതൃത്വം നടത്തിയ ആക്രമണം നമ്മളിപ്പോൾ SP-യുടെ വാർത്ത അത് തന്നെ പുറത്തു വന്നല്ലോ. കോൺഗ്രസ് ഉന്നയിച്ച പോലെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നൊരു നേതാവിനെ തകർക്കാൻ വേണ്ടി, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പോലീസിനകത്ത് ഗൂഢാലോചന നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞവരാണല്ലോ ഇടതുപക്ഷക്കാർ. ഇപ്പോൾ SP തന്നെ വളരെ കൃത്യമായിട്ട് വന്നിരിക്കുന്നു. പോലീസിനകത്ത് നിന്ന് അത്തരത്തിലുള്ളത് കണ്ടിരിക്കും. ഈ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയത്ത് അതിനെ വഴിതിരിച്ച് വിടാൻ വേണ്ടി ശ്രമിക്കണം. ഉദാഹരണം വേറൊന്നും വേണ്ട. നമ്മൾ ഇന്ന് മാതൃഭൂമിയിൽ എന്നെ വിളിച്ച ചർച്ച എന്നെ മാതൃഭൂമിയിൽ നിന്ന് വിളിച്ച ചർച്ച പിണറായി വിജയന്റെ മകനെതിരെയുള്ള ED അന്വേഷണത്തിൽ ED സമൻസിന്റെ കാര്യത്തെ സംബന്ധിച്ചായിരുന്നു. ഇന്നിപ്പോൾ വൈകുന്നേരം ചർച്ച മാറ്റിയില്ലേ, 1 മണിക്കൂർ മുമ്പ് ചർച്ച മാറ്റി. ഇത് തന്നെയാണ് CPM ലക്ഷ്യം, അതല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോ ആ അജണ്ട മാറ്റുക എന്തോ അല്ല, അപ്പോഴാണല്ലോ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞതാ. അല്ല, അത് തന്നെയാണ് അഭിലാഷ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ അമ്പലക്കൊള്ളയും മകന്റെ പേരുള്ള ED-യുടെ സമൻസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഷാഫി പറമ്പിലിനെ ആക്രമിക്കാൻ വേണ്ടി പോലീസിനകത്ത് ഗൂഢാലോചന നടത്തി ഒരു MP ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ ഏറ്റവും അധികം ആകാംക്ഷയോടെ അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കാണുന്ന വിഷയങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ വേണ്ടി CPM നടത്തുന്ന പൊറാട്ട് നാടകങ്ങളാണ് ഇത് മുഴുവൻ. അതിലേക്ക് മാധ്യമങ്ങൾ, അഭിലാഷോട് ഒറ്റ അഭ്യർത്ഥനയുള്ളൂ, അഭിലാഷ് ഉൾപ്പെടുന്ന മാധ്യമ സമൂഹത്തോട്, നിങ്ങൾ 10 ദിവസം ഈ ഇത്തരത്തിലുള്ള പൊറാട്ട് നാടകങ്ങൾ വിശ്വസിക്കാതെ റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ ഇവരെല്ലാം അകത്ത് കയറും. അവർക്ക് ആവശ്യം ചർച്ചകൾ വഴിമാറ്റുക എന്നുള്ളതാണ്. അതിന് മാതൃഭൂമി ഉൾപ്പെടെ അതിന് വശംവദരാവരുന്നുള്ള അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. ഇവിടെ വളരെ കൃത്യമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ BJP സ്വന്തം ചിറകിനടിയിൽ BJP-യുടെ നേതാക്കന്മാർക്ക് കൊടുക്കാത്ത പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ടിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മാസപ്പടി കേസിൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വരുന്നത് ജൂലൈ 2023-ലാണ്. 2023 ജൂലൈയിൽ വന്ന വിധി 3 മാസം കഴിഞ്ഞ് മനോരമ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് പൊതുസമൂഹം അറിയുന്നത്. 3 മാസം ഈ കേന്ദ്ര സർക്കാർ ആ മകൾക്കെതിരെയുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിധി, അല്ലെങ്കിൽ മകളുടെ പേര് പരാമർശിക്കുന്ന ഒരു ഏറ്റവും സുപ്രധാനമായ വിധി മൂടിവെച്ചു. എന്തിനു വേണ്ടി? ഈ മാസപ്പടി കേസിൽ 2021 തെരഞ്ഞെടുപ്പിന് മുൻപ് പിണറായി വിജയൻ്റെ ഒരു ED അന്വേഷണം നടന്നിരുന്നു. അത് 2021 നടന്ന അന്വേഷണം പൊതുസമൂഹം അറിയുന്നത് 4 വർഷത്തിനു ശേഷം SFIയുടെ കേസിൽ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ SFIO അഫിഡവിറ്റ് നൽകിയപ്പോഴാണ് 2021 പിണറായി വിജയനെതിരെ ED-യുടെ അന്വേഷണം നടന്നിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത്. മകന്റെ പേരിൽ സമൻസ് 2 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് ഇത്തരത്തിലൊരു സംഭവം. അപ്പോ ഈ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഇത്രമാത്രം വലിയ ഒരു അന്വേഷണം നടത്തുന്ന ED അല്ലെങ്കിൽ കേന്ദ്രത്തിലെ BJP, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മക്കൾക്കെതിരെ നടക്കുന്ന അന്വേഷണം എന്തിനു പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു വെച്ചു? ഈ പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടി നടത്തുന്ന ഗൂഢാലോചനയ്ക്ക് വേണ്ടി കേരളത്തിന്റെ നികുതി പണമെടുത്ത് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോവുകയാണ്. നിർമ്മലാ സീതാരാമനായിട്ട് കൂടിക്കാഴ്ച നടത്തി. അഭിലാഷിന് ഈ ചർച്ചയിൽ പറയാമോ ആ കൂടിക്കാഴ്ചയിൽ സംസാരിച്ച വിഷയം എന്തായിരുന്നു?
അതിൽ നിന്നുള്ള ഔട്ട്കം എന്തായിരുന്നു എന്നുള്ള പറയാമോ? RSSകാരനായിട്ടുള്ള ഗവർണറെ കൂടെ ഇരുത്തി ഈ രാഷ്ട്രീയ സെറ്റിൽമെന്റുകളാണ് നടന്നത് മുഴുവൻ. എപ്പോഴെല്ലാം ഒരു അന്വേഷണം തുടങ്ങുന്നോ ആ അന്വേഷണം തുടങ്ങുന്നതിന് ശേഷം മുഖ്യമന്ത്രി ഡൽഹി യാത്ര നടത്തും. അമിത്ഷാ ഔദ്യോഗിക അതൊക്കെയാണ് കോൺഗ്രസിന്റെ BJP മുഖ്യമന്ത്രിമാർക്ക് ആരോപണങ്ങൾ. അത് ചർച്ച പുരോഗമിക്കുന്നതിന്റെ ഈ ഗൂഢാലോചനകൾ ജനങ്ങളുടെ മുന്നിലേക്ക് പ്രതികരിക്കുമായിരിക്കും.